നമസ്കാരം. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക്, ചെറുകിട നാമമാത്ര കർഷകർക്ക് നാളെ ഉച്ച കഴിഞ്ഞാണ് 2000 രൂപ വീതം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കീഴിലുള്ള 23ാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് നാളെ പശ്ചിമ ബംഗാളിൽ വെച്ച കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ വിതരണം, DBT സംവിധാനമാണ് വിതരണം നടക്കുന്നത്. അതായത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് സ്വിച്ച് ഓൺ കർമ്മം എന്നുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥർ അതേ സമയത്ത് തന്നെ DBT സംവിധാനം പ്രോസസ്സ് ചെയ്തിരിക്കും. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതോ അതിലേക്ക് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകും. 23ാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത്. ഇനി 20, 21, 22 ഗഡുക്കൾ ലഭിക്കാത്തവരെ തീർച്ചയായിട്ടും അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കണം. കാരണം പുതിയ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക്, ലോണിന് വേണ്ടിയോ മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിലവിൽ ജോയിൻ്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, അത്തരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആധാർ അവിടെയും കൊടുത്തോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഇനാക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഏത് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡായിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഓരോ ജില്ലയുടെയും നോഡൽ ഓഫീസർമാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഉദ്യോഗസ്ഥരുമായിട്ട് വിളിച്ച് സംസാരിക്കുക. ആനുകൂല്യം മുടങ്ങിയ കാര്യം കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ ഇവരോട് സംസാരിച്ച് അതിൻ്റെ മറുപടികൾ നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്നതിന് വേണ്ടി, അതനുസരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള 3 പ്രധാന കാര്യങ്ങൾ കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യത്തേത്, ഈ വർഷത്തെ അതായത് 2026-27 സാമ്പത്തിക വർഷത്തിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും വീണ്ടും അവരുടെ KYC അതായത് മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം ഒന്നുകൂടി ചെയ്യണമെന്നുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ട്. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ദിവസേന വന്നുകൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ കൃഷി വകുപ്പും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഔദ്യോഗികമായിട്ട് ഇതിൽ അറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. നിലവിൽ അതിൻ്റെ ഉത്തരവുകൾ ഇറങ്ങിയതൊക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ യജ്ഞം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, സാധാരണ കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ ഫോൺ നമ്പർ നൽകി, ആധാർ നമ്പർ നൽകി, OTP അധിഷ്ഠിത വേരിഫിക്കേഷനിലൂടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ KYC ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അത് പക്ഷേ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഇതുകൂടി വളരെ വൈകാതെ സർക്കാർ പുനഃസ്ഥാപിച്ചേക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മസ്റ്ററിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിക്കുക. ജൂൺ മാസം 30 വരെയൊക്കെ സമയമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതിനുശേഷവും നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷക ID-യുമായി ബന്ധപ്പെട്ടാണ്. കർഷക ID തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. കർഷക ID എടുക്കാത്തവർക്കും ഇപ്പോൾ ആനുകൂല്യമുണ്ട്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് കാർഷിക ലോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സബ്സിഡി പദ്ധതികൾ, വിളനാശ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പദ്ധതികൾ, അതിൻ്റെയൊക്കെ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ വരണമെങ്കിൽ, എല്ലാ സഹായവും നമുക്ക് ലഭിക്കണമെങ്കിൽ, കർഷകനാണ് എന്ന രീതിയിലുള്ള നമ്മളുടെ കൃഷിഭൂമിക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും ഈ കർഷക ID-യാണ് ഭാവിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറ്റപ്പെടുന്നത്. ഈ തിരിച്ചറിയൽ നമ്പർ പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കർഷക ID എടുക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും സംവിധാനമുണ്ട്. കർഷകൻ്റെ ആധാര കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, മറ്റ് രേഖകൾ, അത് നമ്മളുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണും അത് കൃത്യമായിട്ടുണ്ടാവണം. ഈ രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, KYC നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടാകും. KYC എടുത്തവർക്കാണ് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായങ്ങൾ ലഭിക്കുക. മുൻപ് KYC ഒരിക്കൽ ചെയ്തവർക്ക് ഈ പ്രാവശ്യത്തെ ധനസഹായം മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.